ഊട്ടിയിലെ വൺ ഓഫ് ദ മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസാണ് കർണാടക ഗാർഡൻ. അപ്പം നമ്മളിവിടെ പാർക്കിങ്ങിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെയാണെങ്കിൽ ധാരാളം സ്ഥലമുണ്ട് പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ഉണ്ടോ, കുറച്ച് സ്കൂൾ കുട്ടികളും അതേപോലെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. പാർക്കിങ്ങിനായിട്ട് ഇവരില്ലേ ഒരുപാട് സ്ഥലം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ എത്ര വണ്ടികൾ വന്നു കഴിഞ്ഞാലും പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലമുണ്ട്. പാർക്കിംഗ് സ്ഥലത്തുനിന്ന് നമ്മൾ കർണാടക ഗാർഡനിലേക്ക് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വ്യൂ വരുന്നത്. നമുക്ക് പാർക്കിംഗ് യാർഡുകളൊക്കെ കാണാം, അതേപോലെ നല്ല വിശാലമായി കിടക്കുന്ന ഈ കർണാടക ഗാർഡനും കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ കർണാടക ഗാർഡൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഈ ബോർഡിൽ നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിതാ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 2 പേർക്ക് വന്നിട്ടുള്ളത് 200 രൂപയാണ് ടിക്കറ്റിന് ചാർജ് ആയിട്ടുള്ളത്. ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് 12 ഇയേഴ്സിന് മുകളിലുള്ള എല്ലാവർക്കും 100. അങ്ങനെ നമ്മൾ ഊട്ടിയിലേക്കൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ യാത്രയിൽ എവിടെയൊക്കെ കയറണം, എത്ര പൈസയാവണം എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണവർക്ക് ഈ ബോർഡ് നോക്കിയിട്ട് ഫണ്ടൊക്കെ നോക്കി വയ്ക്കാവുന്നതാണ് കേട്ടോ. ഇന്ന് ആകാശം ഒരു മഴയ്ക്കൊക്കെ ഉള്ള പോലത്തെ ലക്ഷണമാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ വെയിലില്ല, പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ ഈ കർണാടക ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറി. നമ്മൾ കയറുമ്പോൾ തന്നെ ഇതേപോലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ കിട്ടുക. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ബഗ്ഗി സർവീസ് ഉണ്ട് കേട്ടോ. പൈസ കൊടുത്തിട്ട് നമുക്ക് കർണാടക ഗാർഡൻ മുഴുവനായിട്ടും ചുറ്റി ഈ ബഗ്ഗിയിൽ വണ്ടിയിൽ കയറിയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ വേറെ പൈസ കൊടുക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗാർഡനിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കയറിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിപ്പോയിട്ടോ. ഈ ഗാർഡൻ മുഴുവനായിട്ടും ഭയങ്കര ഭംഗിയോടെ മനോഹരമായിട്ടാണ് അവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ ഗാർഡൻ എന്താണ് അവർ കർണാടക ഗാർഡൻ എന്ന് പേരിടാൻ കാരണം? ഇത് ഊട്ടിയിലല്ലേ ഉള്ളത്, ഇനി കർണാടകയിൽ ഇങ്ങനെ ഒരു ഗാർഡൻ ഉണ്ട്. ഇവിടെ ബുഷുകളൊക്കെ വെട്ടി നല്ല അടിപൊളി പല ഡിസൈനിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ കണ്ടു അവിടെ കുറേ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ട് ഉരുണ്ടൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വരികയാണെങ്കിൽ അതൊരിക്കലും ഒരു നഷ്ടമാകാൻ സാധ്യതയില്ല കേട്ടോ. സിത്തു ഒരു കുട്ടിയാണ്, അതുകൊണ്ട് സിത്തുവിന് ഭയങ്കര ഇഷ്ടമാവും ഈ സ്ഥലം അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ നമുക്കൊരു പഞ്ഞും ഉണ്ടാവില്ല കേട്ടോ. ഈ റീൽസ് ക്രിയേറ്റ് ചെയ്യുക, യൂട്യൂബിൽ വീഡിയോ എടുക്കുക, അങ്ങനത്തെ ആളുകൾക്കൊക്കെ നല്ല ഒരു സ്പോട്ടാണ് ശരിക്കും ഈ ഗാർഡൻ. ശരിക്കും നമ്മളിവിടെ വരുമ്പം ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ വന്നപ്പോഴാണ് നമുക്ക് ഈ സ്ഥലം നല്ലതായിട്ട് ഇഷ്ടമായത് കേട്ടോ. ഇത് ഇഷ്ടമായിട്ടോ. അപ്പോൾ അതാണ് നോക്കിയേ, നല്ല രസം, എന്തൊരു ഭംഗിയാ അറിയോ, സൂപ്പർ. അവിടെ മറ്റേ എന്താണ് കുട്ടുമുയലിന് വഴി കാണിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് അവിടെ. ഹായ് സൂപ്പർ കേട്ടോ. ബുഷൊക്കെ വെട്ടിയിരിക്കുന്നതൊക്കെ നല്ല ഭംഗി. ഓക്കെ, ഹായ് സൂപ്പർ. ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ കേട്ടോ. മഞ്ഞ് വിരിഞ്ഞ സ്ഥലം പോലെയുണ്ട്. ഈ റീൽസൊക്കെ എടുക്കുന്ന ആളുകൾക്ക് നല്ല അടിപൊളി സ്ഥലം കേട്ടോ അത്. ഈ ഗാർഡൻ എന്തായാലും വിസിറ്റ് ചെയ്യണം ഗേൾസ് എടുക്കുന്ന ആൾക്കാർ. ഈ ഗാർഡൻ്റെ ഉള്ളിൽ ചെടികളൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. സാധാരണ നമ്മൾ ഊട്ടി വിസിറ്റ് ചെയ്യുമ്പം ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ സ്ഥലം. അതേപോലെ ഇതിൻ്റെ മുകളിലൊരു വ്യൂയിങ് പോയിൻ്റ് ഉണ്ട്. ഇവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല പൂക്കളുണ്ട്. ഇവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് വ്യൂ കിട്ടും. ഓക്കെ, വാവ് കണ്ടോ, എന്തൊരു ഭംഗിയല്ലേ നോക്കി. ഇവിടെ മുതൽ ഇങ്ങനെ സൂപ്പർ. ഉള്ളിൽ നമ്മുടെ ചെടികളൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ട് ഡു നോട്ട് ടച്ച് എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇഷ്ടമുള്ളവർ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറിയോ കാട്ടോ. ശരിക്കും നമുക്ക് ഊട്ടിയിലുള്ള കാലാവസ്ഥയും ഈ കാഴ്ചകളൊക്കെ നേരിട്ട് കാണുമ്പോഴാട്ടോ നമുക്കത് ഫീൽ ചെയ്യുക. വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ കാഴ്ചകൾ മാത്രമല്ലേ കാണുള്ളൂ. അപ്പം നമ്മുടെ ആ ഒരു ഫീലിങ്സ്, അവിടുത്തെ തണുപ്പ്, അതൊന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. പക്ഷെ അത് അവിടെ ചെല്ലുമ്പോഴാട്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. ശരിക്കും ഈ ഗാർഡനൊക്കെ പോകുമ്പോൾ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴേ നമുക്ക് റിലാക്സ് ആയിട്ട് ഈ ഗാർഡനൊക്കെ ആസ്വദിക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഒരുപാട് തരത്തിൽ വെട്ടി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ. അവിടെ ഒരു മയിലിനെ പോലെ വെട്ടി വെച്ചിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഈ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കണ തന്നെ വേറൊരു അനുഭവം കേട്ടോ കിട്ടുക. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എപ്പോഴോ പിച്ചി പറിച്ച് കളഞ്ഞ് ഇതിൻ്റെ ഷേപ്പൊക്കെ എപ്പോഴോ പോയിട്ടുണ്ടാവും. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി കേട്ടോ. ഇപ്പം നമ്മളിനി കയറി ചെല്ലാൻ പോണ ഒരു സ്വർഗത്തിലേക്കാണ് ഗൈസ്. Look at this beauty. ഈ ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങി പോകാനേ തോന്നില്ല കേട്ടോ. അത്രയും ഭംഗിയായിട്ടാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബഗ്ഗി വണ്ടിയാണ് കേട്ടോ പോണത്. അത് നമുക്ക് വേണമെന്നെങ്കിൽ റെൻറ്റിന് എടുക്കാം.
നമ്മൾ ഓടണതിന് അത്രയ്ക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ ഗാർഡൻ മുഴുവൻ ചുറ്റി കാണിച്ചു തരും കേട്ടോ. ഇതാ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഈ ഗാർഡൻ്റെ ഫസ്റ്റ് സ്ഥലമാണ് കേട്ടോ നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഇവിടുന്ന് മുതൽ അങ്ങനെ നീണ്ടു നിവർന്ന ഗാർഡൻ താഴെ വരെ കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ട ഇവിടുത്തെ ഈ പൂക്കളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തൊരു ഭംഗിയാണല്ലേ. ചിലപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ വളർത്തിയാൽ ഇത്രയും രസം ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഊട്ടിയിൽ ഈ തണുപ്പൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ പൂക്കളൊക്കെ ഇത്ര ഭംഗിയിൽ വിരിയണതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ തണുപ്പുള്ള കാലാവസ്ഥയിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ഈ ഗാർഡനിലെ പ്രായഭേദമന്യേ എത്ര പ്രായമാണോ, ചെറിയ കുട്ടികളോ വലിയവരൊന്നുമില്ല കേട്ടോ. അവരൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുക, ഓടിക്കളിക്കുക, ചാടിക്കളിക്കുക, പിന്നെ റീൽസ് എടുക്കുക. അങ്ങനെ നമ്മൾ ലൈഫിൽ നമ്മുടെ ഏജ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്യാൻ. അത് ശരിക്കും നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴാട്ടോ അങ്ങനത്തെ ഒക്കെ എൻജോയ് ചെയ്യാൻ തോന്നുക. നമ്മുടെ സ്വന്തം നാട്ടിലാകുമ്പോൾ നമുക്കൊരു മടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫുഡ് കഴിക്കാനായി ചെറുതായിട്ട് ഗാർഡനിൽ ഇത് മാത്രമല്ല കേട്ടോ, ഇനി കുറേ കാണാനുണ്ട്. അവിടെ ഒരു പാലൊക്കെ ഉണ്ട്, കുറച്ചും കൂടെ അപ്പുറത്തേക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ മതിയാവും. പക്ഷെ ഇവിടെ നല്ല മഴ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, തുള്ളി തുള്ളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. നടക്കാൻ വയ്യാത്തവർക്ക്. ഇതിന് ശേഷമില്ലേ ശരിക്കും ഞങ്ങൾക്ക് മിസ്സായി പോകേണ്ട സ്ഥലമായിരുന്നു കേട്ടോ അത്. ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു സ്ഥലമുള്ളത്. ടോയ്ലറ്റ് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചപ്പോഴാട്ടോ ഈ ഒരു സ്ഥലം കണ്ടത്. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ കണ്ടില്ല. ബ്യൂട്ടിഫുൾ. തീർന്നു എന്നാ വിചാരിച്ചത് ഇവിടെ, പക്ഷെ അടിപൊളി. ആ ഇങ്ങോട്ട് മോളിക്കൊക്കെ മുന്തിരി ഇത് കണ്ടില്ലല്ലോ. എല്ലാ വ്യൂ ഒരേ സ്ഥലത്ത് കിട്ടുമല്ലോ. ഇത് ഈ കർണാടക ഗാർഡൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സ്ഥലം കേട്ടോ. നമ്മൾ ശരിക്കും മറന്നു ഇവിടെ വരാം. പക്ഷെ അവിടെ നല്ല പൂക്കളുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇല്ല ഇത് ഇവിടെ നമ്മൾ റീൽസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായിരിക്കും. അത് ചില പൂക്കളൊക്കെ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ് അല്ലേ ചിത്ര അല്ലേ. അതിന്റെ തളിരലയാണ് അല്ലേ, ഈ ചെടിയുടെ തളിരല. പക്ഷെ ഇത് പൂ പോലെയാണ്, അങ്ങനെ തന്നെയല്ലേ വരിക. സൈഡ് മുഴുവനില്ലേ, ഇവിടെ ഈ സൈഡ് മുഴുവൻ നല്ല പൂക്കളാണ്. അതായത് ഒരു ഗാർഡൻ, കംപ്ലീറ്റ് ഒരു ഗാർഡൻ അതിനുള്ളിൽ ചെയ്തു വെച്ചിരിക്കുകയാണ് കേട്ടോ, സൂപ്പറായിട്ട്. നമുക്ക് ഈ കർണാടക ഗാർഡൻ്റെ അകത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. ഒട്ടുമിക്ക ഊട്ടിയിൽ പ്ലേസസിനകത്തും ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഈ കർണാടക ഗാർഡൻ്റെ വേറൊരു വ്യൂ ഉണ്ട് ഇവിടെ. ഇതുണ്ടോ, ഇത് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഇതിങ്ങനെ പോയിട്ട് ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ അപ്പുറം പോവാം. ചെറുതായിട്ട് മഴ പെയ്യുന്നുള്ളൊരു പേടി ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ കാണുന്ന പാലത്തിലേക്കോ ആ ഭാഗത്തിലേക്കോ ഒന്നും പോകാൻ ശ്രമിച്ചില്ല കേട്ടോ. ചെറുതായിട്ട് മഴ പെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇവിടുന്ന് പാർക്കിങ്ങിൽ നിന്ന് പോവാണ്. ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. പ്ലാനിങ് ടു ഗോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം അല്ലേ. ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണെങ്കിൽ പോണത്. അപ്പോൾ പോണ വഴി ഏതെങ്കിലും നല്ല ഹോട്ടലിൽ കണ്ടാൽ നിർത്തി ഫുഡ് കഴിക്കാം, അതാണ് പ്ലാൻ. ഇവിടെ ഊട്ടിയിൽ പല സ്ഥലത്തും റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് ഗാർഡനിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഈ ഒരു ഇടതേ സൈഡിലേക്ക് വലിയൊരു എഡ്ജാണ് കേട്ടോ. റോഡ് നല്ല താഴ്ത്തിയിട്ടുണ്ട്. എന്നിട്ട് അവർ പറയാം വണ്ടി എടുക്കാൻ. എങ്ങാനും താഴെ പോയി കഴിഞ്ഞാൽ ഊട്ടിയിൽ ആരും വന്ന് പൊക്കിത്തരും. അവർ ധൈര്യത്തോടെ എടുക്കാൻ പറഞ്ഞ് ഞാൻ പിന്നെ രണ്ട് കൽപ്പിച്ചാട്ടോ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് നിൽക്കണത്. വലിയ ബസ്സായിരുന്നു സൈഡിലുള്ള. അവസാനം ഇതാട്ടോ നമുക്കൊന്നും പറ്റാതെ തന്നെ ഒരു ബസ് കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വണ്ടിയൊന്നും അനക്കിയില്ല. രണ്ടാമത്തെ ബസ്സും കൂടെ കടന്നു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഇത് ഊട്ടിയിൽ ഇപ്പോൾ സ്കൂളുകൾക്കൊക്കെ ലീവുള്ള സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബസ്സുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഊട്ടിയിൽ തന്നെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രാത്രിയൊക്കെ അധികം യാത്ര ചെയ്യാതിരിക്കുക. അങ്ങനെ അവസാനം ഞങ്ങൾ ഈ വണ്ടികളൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവസാനം അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു കേട്ടോ. പിന്നെ നല്ലൊരു ഫുഡ് അടിക്കണം. അങ്ങനെ ഊട്ടിയിൽ ഫുഡ് തേടി നടക്കുമ്പോഴാട്ടോ ഈ വണ്ടി കണ്ടത്. ഇത് എവിടെയോ റീലിൽ ഞാൻ ഫേമസ് ആയത് കണ്ടു. ഇനി ഞങ്ങൾക്ക് നല്ലൊരു ഫുഡും കഴിക്കണം, അതേപോലെ നല്ലൊരു സ്റ്റേയും ഒപ്പിക്കണം. ഇനി അടുത്തൊരു ഊട്ടിയിൽ നല്ലൊരു വിശേഷമോ നല്ല യാത്രയിലെ വിശേഷമായിട്ട് കാണുന്നവരേക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ബൈ.